ഏഷ്യൻ ആനകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഏഷ്യൻ ആനകളുള്ള രാഷ്ട്രങ്ങളിൽ 13 കൺട്രീസിൽ പോയി കഴിഞ്ഞാൽ എല്ലായിടത്തും ഈ പ്രശ്നങ്ങളുണ്ട്. ഓരോരുത്തരുടെയും സംസ്കാരം അനുസരിച്ച് ഓരോ നാട്ടിലുമുള്ള ആ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് ആ പ്രകൃതിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഒക്കെ പ്രശ്നത്തിന് ഏറ്റക്കുറച്ചിലുകളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പ്രശ്നത്തിന് മാത്രമല്ല, അതിനെ നേരിടുന്ന രീതികൾക്കും വ്യത്യാസം വരുന്നു. 100 രൂപ സംസ്ഥാന തലത്തിൽ കിട്ടുകയാണെങ്കിൽ, വനം വകുപ്പിന്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ, അവര് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലാണ് കൊടുക്കുന്നത്. അങ്ങനെ വീതിച്ചം കൊടുക്കും. എന്തു പറ്റും? ഒരിടത്തും പ്രശ്നം തീരുന്നില്ല, എല്ലായിടത്തും പ്രശ്നങ്ങൾ. അതേസമയം എല്ലാവർക്കും കാണപ്പണം കൊടുത്തു എന്ന് പറയാനും പറ്റും. പ്രശ്നങ്ങൾ, ഹോട്ട്സ്പോട്ടുകൾ തിരിച്ചറിഞ്ഞ് ആ ഓരോ ഹോട്ട്സ്പോട്ടുകളും പ്രശ്നങ്ങൾ തീർത്ത് പോകാൻ പറ്റും. വനം വകുപ്പിന്റെ ആക്ഷൻ പ്ലാൻ വരട്ടെ, കുഴപ്പമില്ല. നമുക്കൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാമല്ലോ ജനങ്ങൾക്ക്. ഇപ്പൊ ചെയ്തോളാന്ന് പറഞ്ഞു, അവരും ഒന്നും ചെയ്തില്ല, വനം വകുപ്പും ഒന്നും ചെയ്തില്ല, ആരും ഒന്നും ചെയ്തില്ല. ഇപ്പൊ എന്തായി? അത് കഴിഞ്ഞ് കടുവ വന്നപ്പോഴും പറഞ്ഞു നമ്മൾ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കും.